മകനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാലും കോടതി വിധിയെ സ്വാഗതം ചെയ്യും. കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അമ്മയുടെ വാക്കുകളാണിത്. 3 പെൺമക്കളുള്ള ആ അമ്മയ്ക്ക് കൊല്ലപ്പെട്ട യുവതിയുടെ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാൻ കഴിയും. പ്രതി സഞ്ജയ് റോയിയുടെ സഹോദരിയും പറയുന്നത് അവനെ തൂക്കിക്കൊല്ലണമെന്നാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ശിക്ഷാവിധി നാളെയാണ്. പ്രതി സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിക്കുന്നത്. നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലാണ് സിയാൽദ കോടതിയുടെ വിധി. പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ CBI ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റം തെളിഞ്ഞു. ആന്തരിക പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള CBI വാദമാണ് സിയാൽദ കോടതി ജഡ്ജി അനിർഭാൻ ദാസ് അംഗീകരിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ലഭിക്കാമെന്ന് വിധി പ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64 10 വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ 66 25 വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തെറ്റു ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ്. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു. കോടതിയിൽ അർപ്പിച്ച വിശ്വാസത്തെ മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിമാരോട് വികാരാധീനനായി പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയിയുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. നാളെ വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരിക്കുന്നത്. കോടതിക്ക് പുറത്ത് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.